ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പണ്ട് ഹാക്കായി പോയിട്ടുള്ള MTGOX എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക. എല്ലാത്തിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു $70,000 മുകളിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് ഡംപായിട്ടുണ്ട്. വളരെ വലിയ രീതിയിലേക്കുള്ള ഡമ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഏകദേശം ഒരു $68,000 അടുപ്പിച്ചാണ് ബിറ്റ്കോയിൻ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു ഡമ്പിൻ്റെ റീസൺ നമ്മുടെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പണ്ട് ഹാക്കായി പോയിട്ടുണ്ടായിരുന്ന MTGOX എക്സ്ചേഞ്ചിൻ്റെ വാലറ്റിൽ നിന്ന് ബിറ്റ്കോയിൻ്റെ കുറച്ച് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വളരെ വലിയ എമൗണ്ടിലാണ് അവർ ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു MTGOX ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. MTGOX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാപ്പനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിരുന്നു. പണ്ട് മുതലേ ഉണ്ടായിരുന്നുള്ള ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു. ഏകദേശം 2011 ഇവരുടെ എക്സ്ചേഞ്ച് ഹാക്കായിട്ട് ഏകദേശം 8.5 ലക്ഷത്തോളം ബിറ്റ്കോയിനാണ് ഇവരുടെ എക്സ്ചേഞ്ചിൽ നിന്ന് ഹാക്കർ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ചെറിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അന്ന് ഹാക്കായതിന് ശേഷം അവർക്ക് കുറച്ച് ബിറ്റ്കോയിൻസ് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിക്കവർ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻസ് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നായിരുന്നു. അതുപോലെ തന്നെ ഈ 2024 ഒക്ടോബർ മാസത്തിലാണ് അവർ ആ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇപ്പം MTGOXൻ്റെ വാലറ്റ് നല്ല രീതിയിൽ ബിറ്റ്കോയിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത് കാണുമ്പോൾ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവുക MTGOX അവരുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ ഉടനെ തന്നെ അവരുടെ ഏർലി യൂസേഴ്സിന് കൊടുക്കാനായിട്ട് പോകും എന്നാണ്. സോ ആ ഒരു പേടിയുടെ പുറത്താണ് ഇപ്പം മാർക്കറ്റിലേക്ക് ഒരു ഡംപ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നോക്കുകയാണെങ്കിൽ അവർ പുതിയൊരു വാലറ്റിലേക്ക് അവരുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ മൊത്തം മാറ്റുന്നതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. നേരത്തെ ഹാക്ക് ചെയ്തതിൽ നിന്ന് ഏകദേശം ഒരു 1,40,000 ബിറ്റ്കോയിനാണ് അവർക്ക് റിക്കവർ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ ആ ഒരു 1,40,000 ബിറ്റ്കോയിനും അവരിപ്പം ഒരു വാലറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ വൂ ബ്ലോക്ക് ചെയിൻ റിപ്പോർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതിൻ്റെ മൊത്തം വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം 9.62 ബില്യൺ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇവർ തന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ വരുന്ന ഒക്ടോബർ മാസമേ അവർ റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുള്ളൂ. നേരത്തെ മാർക്കറ്റിലുള്ള ആളുകൾക്ക് അറിയാം, ഇങ്ങനെ അവർ പല കുറി അവരുടെ ആ ഒരു റീപേയ്മെൻറ്റിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്ടോബറിലുള്ള ആ ഒരു ഡേറ്റും മാറ്റി വെക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ അവർ റീപേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവരുടെ ഏർലി ഇൻവെസ്റ്റേഴ്സിന് റീപേയ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് സംബന്ധിച്ചും ഇതുവരെ അപ്ഡേറ്റ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1,40,000 ബിറ്റ്കോയിന് ഒറ്റയടിക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. ഇനി അവർ പേയ്മെൻറ്റ് ഘട്ടം ഘട്ടമായിട്ടാണോ കൊടുക്കുന്നത് അതോ ഒറ്റയടിക്കാണോ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ അപ്ഡേറ്റ് വരാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിൽ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ന്യൂസ് മാർക്കറ്റിലേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ട് കുറേ അധികം കാലങ്ങളായി. കഴിഞ്ഞ ബിയർ മാർക്കറ്റ് തൊട്ടേ ഈ ഒരു MTGOXൻ്റെ ഈ ഒരു ഫഡ് ന്യൂസ് കറങ്ങി കളിക്കുന്നുണ്ട്. എന്തായാലും ഇനി അവർ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാനും ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഏതൊക്കെ തരത്തിലേക്ക് നമുക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡിപ്പ് കിട്ടുന്നു അതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിനി US ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അതൊരു ബുള്ളിഷ് മൊമെൻറ്റം നമ്മളെ മാർക്കറ്റിന് തരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇട്ടത് നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഈ ഒരു MTGOX ഇൻസിഡൻ്റ് എന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.